നമ്മളിനി നേരെ ഗൗതമിലേക്കാണ് പോകുന്നത്. ബംഗ്ലാദേശ് വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ മറ്റൊരു നീക്കത്തിലേക്ക് ബംഗ്ലാദേശ് ഭരണകൂടം കടന്നിരിക്കുകയാണ്. തികച്ചും നിർഭാഗ്യകരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇസ്കോൺ ഭീകര സംഘടന എന്നാണ് ബംഗ്ലാദേശ് പോലീസിന്റെ ഭാഷ്യം. ഇസ്കോൺ പ്രചാരകന്മാർക്കെതിരെ രാജ്യദ്രോഹ കേസെടുത്തു. ബംഗ്ലാദേശ് സർക്കാരിന്റെ നടപടിയിൽ വ്യാപക പ്രതിഷേധവും ഉയരുകയാണ്. ഗൗതം ചേരുന്നു. ഗൗതം, വിവരങ്ങൾ. രോഹിണി, നേരത്തെ ഈ കലാപം നടക്കുന്ന ഘട്ടത്തിലും ബംഗ്ലാദേശിലെ ഇസ്കോൺ ക്ഷേത്രങ്ങൾക്ക് നേരെ വ്യാപകമായ അക്രമം നടന്നിരുന്നു. ഈ കലാപത്തിൽ മാത്രമല്ല, കഴിഞ്ഞ നവരാത്രി ആഘോഷം 2023 നവരാത്രി ആഘോഷവേളയിൽ ധാക്കയിൽ ഉൾപ്പെടെ നിരവധി ഇസ്കോൺ ക്ഷേത്രങ്ങൾക്ക് നേരെ ഇസ്ലാമിസ്റ്റുകൾ ആക്രമണം നടത്തിയതാണ്. ഇന്നിപ്പോൾ ബംഗ്ലാദേശ് പോലീസിന്റെ ഭാഷ്യമാണ് വളരെ ശ്രദ്ധേയം. അടുത്തിടെ നടന്ന കലാപങ്ങൾക്കൊക്കെ പിന്നിൽ ഇസ്കോണിന്റെ പ്രചാരകന്മാരും ഇസ്കോൺ എന്ന സംഘടനയ്ക്കും ബന്ധമുണ്ട് എന്നത് സംബന്ധിച്ചുള്ള ആരോപണമാണ് ഇപ്പോൾ ബംഗ്ലാദേശ് പോലീസ് ഉന്നയിക്കുന്നത്. അതോടൊപ്പം ഇസ്കോണിന്റെ നിരവധി പ്രചാരകന്മാർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ബംഗ്ലാദേശിൽ ചുമത്തുന്നുവെന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നു. നേരത്തെ തന്നെ ബംഗ്ലാദേശിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഇസ്കോണിനെ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ പല ഘട്ടങ്ങളിൽ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ബംഗ്ലാദേശിൽ ഹിന്ദു ജനസംഖ്യ വലിയ തോതിൽ കുറയുന്നുണ്ട്. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്ന 1947 രാഷ്ട്ര വിഭജന കാലഘട്ടത്തിൽ ബംഗ്ലാദേശിൽ 29% ഹിന്ദുക്കൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത് കേവലം 9% ചുരുങ്ങുന്ന പശ്ചാത്തലമുണ്ടായി. അത്തരം നിലനിൽക്കുന്ന ഹിന്ദു സമൂഹത്തെയെങ്കിലും ബംഗ്ലാദേശിൽ തുടർന്ന് ജീവിക്കുവാനും അവർക്ക് വേണ്ട സേവന പ്രവർത്തനങ്ങൾ നടത്തുവാനും ഒക്കെ ഏർപ്പെടുന്ന സംഘടനയാണ് ഇസ്കോൺ. അല്ലെങ്കിൽ ഇസ്കോണിന്റെ പ്രവർത്തനം ബംഗ്ലാദേശിലെ ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകമാണ്. പ്രത്യേകിച്ച് ഈ ഇസ്ലാമിസ്റ്റുകൾ വർഷങ്ങളായി നടത്തുന്ന ആക്രമണങ്ങൾക്കിടയിൽ അവർക്ക് താങ്ങായി നിൽക്കുന്ന ഒരു സംഘടനയാണ് ഇസ്കോൺ. ഇപ്പോൾ അങ്ങനെയുള്ള ഇസ്കോണിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് ബംഗ്ലാദേശിലെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഇസ്ലാമിക മതമൗലികവാദ സംഘടനകൾ വളരെ മുൻപ് തന്നെ ഇസ്കോണിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ജമാഅത്തെ ഇസ്ലാമിയും മറ്റും ബംഗ്ലാദേശിൽ നടത്തിയിട്ടുള്ള ആഹ്വാനം രാജ്യത്തെ എല്ലാ ഇസ്കോൺ ക്ഷേത്രങ്ങളും അടിയന്തരമായി അടച്ചു പൂട്ടണം എന്നുള്ളതായിരുന്നു. കാരണം ഹിന്ദു സമൂഹത്തിന് താങ്ങായി നിൽക്കുന്ന ഒരു സംഘടന എന്ന നിലയിലാണ് ഇസ്കോണിനെ ടാർഗറ്റ് ചെയ്തത്. സ്വാഭാവികമായും ഈ ജമാഅത്തെ ഇസ്ലാമി ഇസ്കോൺ ക്ഷേത്രങ്ങൾ അടച്ചു പൂട്ടണമെന്ന് ആഹ്വാനം ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ പോലീസ് തന്നെ ഔദ്യോഗികമായിട്ട് ഇസ്കോണിന് ഇത്തരത്തിൽ ഭീകര സ്വഭാവമുണ്ടെന്നും ഇസ്കോണിന്റെ പ്രചാരകന്മാർ അടുത്ത കാലത്ത് നടന്ന കലാപങ്ങളിൽ പങ്കെടുത്തു എന്നൊക്കെയുള്ള അടിസ്ഥാനരഹിതമായ പ്രചരണങ്ങൾ ഈ സംഘടനയ്ക്കെതിരെ അഴിച്ചുവിടുന്നത്. രോഹിണി, അതെ, തീർച്ചയായും ബംഗ്ലാദേശിൽ എന്തായാലും മതഭീകരത ഇങ്ങനെ നടമാടുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഈ സംഭവം മാറിയിരിക്കുകയാണ്.